ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അഡീനിയം പ്രൂണിങ് എങ്ങനെയെന്ന് നോക്കാം. ഹാർഡ് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അഡീനിയം ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത്. പിന്നീട് വരുന്നത് എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും അടുത്ത പ്രൂണിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ പുഷ്പങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇനി വരുന്ന സമയം. അപ്പോൾ ഇതുപോലെ വളർന്നു വന്ന ശിഖരങ്ങളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റാം. അതിന് വേണ്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത ഒരു കത്തിയോ അല്ലെങ്കിൽ പുതിയ ബ്ലേഡോ ഉപയോഗിക്കാം. അതിൽ വേണമെങ്കിൽ സാനിറ്റൈസേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 2 ഇഞ്ച് നിർത്തി ഒരു 3-4 അല്ലെങ്കിൽ ഒരു 3 നോടെങ്കിലും ലീഫ് നോടെങ്കിലും ഉള്ള നിർത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവും. ഈ സമയത്ത് പൂക്കളൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇനി നല്ല രീതിയിൽ ഇത് മുളച്ചു വരികയും അതിലെല്ലാം നിറച്ച് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടായി വരും. അപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇതിൽ തേച്ച് കൊടുക്കാം. അതിനുശേഷം രാവിലെ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ നല്ല വെയിൽ ഉണ്ടാവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മുറിവ് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അഥവാ നിങ്ങൾ പുറത്താണ് വയ്ക്കുന്നത്, മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ മെഴുകുതിരി ഒരുക്കി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോള് നമുക്ക് കുറച്ച് ചേർത്ത് തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം കട്ട് ചെയ്ത കമ്പുകളൊക്കെ ഇതുപോലെ നമുക്ക് ആൻറ്റി ഫംഗൽ പൗഡർ പുരട്ടി ഒരു 2 ദിവസമെങ്കിലും വെച്ചതിന് ശേഷം നട്ടു കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അഡീനിയത്തിന് കാണാൻ ഒരു ഭംഗിക്കും അതുപോലെ തന്നെ കോഡക്സ് പെട്ടെന്ന് വലുതാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ വേരുകൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ വേരുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിലും നമുക്ക് ഇതുപോലെ ആൻറ്റി ഫംഗൽ പൗഡർ തേച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ അഡീനിയത്തിൻ്റെ ഒരു ഷേപ്പ്, നല്ല ഒരു ഷേപ്പ് കാണുവാൻ കഴിയും. ആ ചെറിയ വേരുകൾ നിന്നാൽ ഒരു ഷേപ്പില്ലായ്മ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ വളർച്ചയ്ക്കും അത് ബാധിക്കാനിടയുണ്ട്. അപ്പോൾ എല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷമുള്ള അഡീനിയത്തിൻ്റെ ആ ഒരു ഷേപ്പ്, ഭംഗിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരു അഡീനിയമാണ് ഇതും. കഴിഞ്ഞ പ്രാവശ്യം പ്രൂൺ ചെയ്തതാണ്, വീണ്ടും വളർന്നു. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ പ്രൂൺ ചെയ്യുകയാണ്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ശിഖരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഒരു ശിഖരത്തിൽ നിന്നും അതിനെ 2 ആവുകയും പിന്നീട് അതിനെ പ്രൂൺ ചെയ്യുമ്പോൾ അത് 4 ആയി മാറുകയും അങ്ങനെ നമുക്കൊരു കുട പോലെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ഈ ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കുറച്ച് വേരുകൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. അത് ഭംഗി മാത്രമല്ല, നമുക്ക് കോഡക്സ് പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കണമെങ്കിൽ ഈ ചെറിയ വേരെല്ലാം അപ്പോൾ തന്നെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഞാൻ കുറച്ച് താമസിച്ചു പോയി, നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കുറച്ച് വേരുകളൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട്, അതൊന്നും ഞാൻ നീക്കം ചെയ്യുന്നില്ല. അതും ഒരു ഭംഗിയായിട്ട് ഇരുന്നോട്ടെ. അല്ലാതെയുള്ള ചെറിയ ചെറിയ വേരുകളെല്ലാം നീക്കം ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിതിന് വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വെർമി കമ്പോസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ആട്ടിൻകാട്ടം, അല്ലെങ്കിൽ കോഴിവളം, ചൂട് കളഞ്ഞ കോഴിവളം, കമ്പോസ്റ്റാക്കിയ കോഴിവളമൊക്കെ നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കളകളൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് വളങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ 2 പേര് വലുതായിട്ട് ഇറങ്ങി വന്നതാണ്. ഞാൻ മുറിച്ചില്ല, ഒരാളിരിക്കുന്ന രൂപം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രൂൺ ചെയ്തു, എല്ലാത്തിലും സാഫും പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അഡീനിയം റീപോട്ടിംഗ് ആണ്. റീപോട്ടിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. റീപോട്ട് ചെയ്യുന്നതിന് വേണ്ടി മണൽ കലർന്ന മണ്ണ്, അതുപോലെ തന്നെ ഉമി, നമ്മുടെ നെല്ലിൻ്റെ ഉമി, വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല മണ്ണിളക്കം കിട്ടണമെങ്കിൽ ചരൽ കലർന്ന മണ്ണ് തന്നെ ഉപയോഗിക്കണം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി പറയാം. വെർമി കമ്പോസ്റ്റ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കോഴിവളമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം അമിതമാകണ്ട. പകുതി മണലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗമെങ്കിലും നമുക്ക് നെല്ലിൻ്റെ ഉമി ഉപയോഗിക്കാം.
ഉമി കുറച്ച് കരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരു പകുതി കരിച്ചതും പകുതി കരിക്കാത്തതുമായിട്ടുള്ള ഉമി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് അഡീനിയം വളർച്ചയ്ക്ക് ഉത്തമമാണ്. കുറച്ച് സാഫ് ഫംഗിസൈഡ് കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു വലിയൊരു അഡീനിയം എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അത് ഇപ്പോൾ ഞാനത് ചെറിയ ചട്ടിയിലോട്ട് മാറ്റി നടുകയാണ്. ഉയരം കുറഞ്ഞ ഒരു ചട്ടിയിലോട്ട് മാറ്റി ബോൺസായി രൂപത്തിലാവാൻ വേണ്ടി അങ്ങനെ നടന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ ചെടിയാണ് ഞാൻ നടന്നത്. ഇതെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഒരൊറ്റ കളർ തന്നെ എല്ലാത്തിലും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ്. അപ്പോൾ എത്രത്തോളം ഉയർത്തി വെക്കാമോ അത്രത്തോളം ഉയർത്തി വെച്ചതിന് ശേഷം നല്ല ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ഇലയിലോട്ടൊക്കെ നല്ല രീതിയിൽ മണ്ണ് കുത്തി ഇറക്കി കൊടുക്കുകയും അതുപോലെ തന്നെ സപ്പോർട്ടിന് വേണ്ടി വേണമെങ്കിൽ അടിഭാഗത്ത് ചെറിയ കല്ലൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത്, കാരണം ഇത് ഉയരം കുറഞ്ഞ ഒരു പാത്രമായതുകൊണ്ട് നമുക്ക് അങ്ങനെ നട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള വേരുകളൊക്കെ നമുക്ക് മുറിച്ച് മാറ്റണം. ഞാനിപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല ഭംഗിയുള്ള അഡീനിയം നമുക്ക് പുതിയ വെറൈറ്റികൾ, ഞാനിതൊരു പുതിയ വെറൈറ്റി വാങ്ങിയിട്ട് അതിൽ നിന്നും കട്ട് ചെയ്ത് ഇത് മൊത്തത്തിൽ പിടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഈ സിംഗിൾ പെറ്റൽ ഒരൊറ്റ കളർ തന്നെ ഞാനിതിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അഡീനിയം പൂക്കുന്നില്ല എന്ന് ഒത്തിരി കൂട്ടുകാർ പരാതി പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല വെയിലത്ത് രാവിലെ ഒരു 9 മണി മുതൽ വൈകിട്ട് ഒരു 4 മണി വരെ വെയിലിട്ട് സ്ഥലത്ത് വെച്ചാൽ തീർച്ചയായിട്ടും അഡീനിയമൊക്കെ പൂക്കും. അപ്പോൾ ആരും അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ അഡീനിയം എല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബാച്ചും ഇന്നും നാളെയുമായിട്ട് അയക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഓർഡർ ചെയ്ത ഓണത്തിന് ഓർഡർ ചെയ്ത എല്ലാവർക്കും അയക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.